പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 1-ാം തിരുവചനമാണ് ഇന്ന് വിചിന്തനത്തിനായി എടുത്തിരിക്കുന്നത്. ശിഷ്യന്മാർ യേശുവിനെ സമീപിച്ച് ചോദിച്ചു, സ്വർഗരാജ്യത്തിൽ വലിയവൻ ആരാണ്? യേശു മറുപടി പറയുന്നത്, സ്വയം ചെറുതാകുന്നവനാണ് സ്വർഗരാജ്യത്തിലെ വലിയവൻ എന്നാണ്. അധികാരത്തിനും വലിയവനാകാനും വേണ്ടിയുള്ള മോഹം മനുഷ്യനിൽ ആദ്യകാലം തൊട്ടേ ഉണ്ടായിരുന്നു. ദൈവത്തെ പോലെ ആകാമെന്ന ചിന്തയിൽ ദൈവത്തിൻ്റെ കൽപ്പന ലംഘിക്കുന്ന ആദത്തെയും ഹവ്വയെയും നാം ബൈബിളിൽ കാണുന്നുണ്ട്. യേശുവിൻ്റെ കൂടെ നടന്നിരുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളുമെല്ലാം കണ്ട ശിഷ്യന്മാർ ഈ ചിന്തയിൽ അല്ലെങ്കിൽ ഈ പ്രലോഭനത്തിൽ പെട്ടുപോകുന്നുണ്ട്. അവിടെയും ആരാണ് വലിയത്, സ്വർഗത്തിൽ ആരാണ് വലിയവൻ എന്നുള്ള ചിന്തയിലേക്ക് അവർ പോയതുകൊണ്ടാണ് അവർ യേശുവിനെ സമീപിച്ച് ചോദിക്കുന്നത്, സ്വർഗരാജ്യത്തിൽ വലിയവൻ ആരാണ് എന്ന്. യേശു ഒരു ശിശുവിനെ അടുത്ത് വിളിച്ച് അവരുടെ മധ്യേ നിർത്തിക്കൊണ്ട് അവരോട് പറഞ്ഞത്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് ശിശുക്കളെ പോലെ ആകുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല. ഈ ശിശുവിനെ പോലെ സ്വയം ചെറുതാകുന്നവനാണ് സ്വർഗരാജ്യത്തിലെ ഏറ്റവും വലിയവൻ. അപ്പോൾ മനുഷ്യരായ നാം എല്ലാവരും ആഗ്രഹിക്കുന്നത് ഈ ലോകത്തിൽ വലിയവനാകുവാനാണ്. സമ്പത്ത് കൊണ്ടും സ്ഥാനമാനങ്ങൾ കൊണ്ടും മറ്റുള്ളവരുടെ ശ്രദ്ധയും അംഗീകാരവും നേടിയെടുക്കുവാനാണ് നമ്മുടെ എല്ലാ പരിശ്രമങ്ങളും. അതിനുവേണ്ടി തെറ്റായ രീതിയും സ്വീകരിക്കുന്നവർ ധാരാളമുണ്ട്. നമ്മുടെ ഹൃദയത്തിൻ്റെ അഹങ്കാരവും സ്വാർത്ഥതയും ഈ ലോകത്തോടുള്ള അമിതമായ മോഹങ്ങളുമാണ് നമ്മെ വഴിതെറ്റിക്കുന്നത് എന്ന് നാം അറിഞ്ഞിരിക്കണം. ചെറുതാകുവാൻ, എളിമപ്പെടുവാൻ നാം ആഗ്രഹിക്കാറില്ല. ഏത് സ്ഥാനത്തും സമൂഹത്തിലും കുടുംബത്തിലും നാം വലിയവനാകണം, ഞാൻ വലുതാകണം, മറ്റുള്ളവരൊക്കെ ചെറുതാകണം എന്നുള്ളൊരു ചിന്തയാണ് നമ്മെ ഭരിക്കുന്നത്. എന്നാൽ യേശു നമുക്ക് നൽകിയ പാഠങ്ങൾ എളിമയുടെയും സ്വയം ചെറുതാകുന്നതിൻ്റെയും മാതൃകയാണ്. ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിക്കൊണ്ട് എളിമയുടെയും സ്നേഹത്തിൻ്റെയും മാതൃക യേശുനാഥൻ നമുക്ക് നൽകിയിട്ടുണ്ട്. നാം അതൊന്നും ഗൗരവത്തിലെടുക്കാറില്ല. ദൈവം തന്നെയായ യേശു സ്വയം ചെറുതായി അപ്പത്തിൻ്റെ രൂപത്തിൽ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് വരുന്നു. ലോകാവസാനം വരെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും എന്നരുൾ ചെയ്ത യേശുനാഥൻ ഇന്നും എന്നും പരിശുദ്ധ കുർബാനയിൽ സജീവനായി വസിക്കുന്നുണ്ട്. നാം യോഗ്യതയോടെ യേശുവിൻ്റെ ശരീരവും രക്തവും സ്വീകരിക്കുമ്പോൾ യേശു നമ്മിൽ വസിക്കുന്നു. യേശുവിനെ പോലെ സ്വയം ചെറുതാകാനും ദൈവത്തിൻ്റെ ഛായയിൽ സൃഷ്ടിക്കപ്പെട്ട മറ്റു നമ്മുടെ സഹോദരങ്ങളെ സ്നേഹിക്കുവാനും അവർക്ക് നന്മകൾ ചെയ്യുവാനും നമ്മെ വേദനിപ്പിച്ചവരോട് ക്ഷമിക്കുവാനും അപ്പോൾ നമുക്ക് സാധിക്കും. ഈ ലോക മോഹങ്ങളെല്ലാം നശ്വരമാണെന്നുള്ള ബോധ്യം യേശുനാഥൻ നമുക്ക് നൽകും. ദൈവഹിതം നിറവേറ്റി ജീവിക്കുന്നവരാണ് ഈ ലോകത്തിലും സ്വർഗരാജ്യത്തിലും വലിയവരായി മാറുന്നത്. അതിനാൽ നമ്മുടെ ഹൃദയത്തിലെ എല്ലാ പാപമാലിന്യങ്ങളും മാറ്റി ഹൃദയത്തെ വിശുദ്ധിയിലും എളിമയിലും കൊണ്ടുവരാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ നാം വലിയവരായി മാറുന്നത് അപ്പോഴാണ്. ദൈവത്തിൻ്റെ വചനങ്ങൾ നമ്മെ വിശുദ്ധീകരിക്കും. അതിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ ദൈവത്തിൻ്റെ വചനം നിറയ്ക്കാനായിട്ട് നാം പരിശ്രമിക്കണം. ദൈവത്തിൻ്റെ വചനമനുസരിച്ച് നാം ജീവിക്കുമ്പോൾ നമുക്ക് ഈ ലോകത്തിലുള്ളതെല്ലാം നശ്വരങ്ങളാണെന്നുള്ളൊരു ബോധ്യം ലഭിക്കും. നമ്മുടെ നിത്യജീവനെ ലക്ഷ്യമാക്കി നാം ഈ ലോകത്ത് ജീവിക്കാനായിട്ട് പരിശ്രമിക്കും. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.